ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് ഡിഗ്രിക്കും PGക്കും എല്ലാം ഉള്ള ഒരു കോമൺ ഏരിയയാണ്. കൂടാതെ തന്നെ PSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനുകൾക്ക് പങ്കെടുക്കുന്നവർക്കും ഉപയോഗിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ചരക്ക് സേവന നികുതി എന്നൊക്കെ പറയും. അതായത് 2017 വരെ, 2017 തൊട്ട് മുമ്പ് വരെ മോർ ഓർ ലെസ് 17 കൈൻഡ്സ് ഓഫ് ഡിഫറൻറ്റ് ടാക്സ് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. 2017 വരെ ഏകദേശം 17ഓളം തരത്തിലുള്ള ഡിഫറൻറ്റ് ടാക്സസ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അത് കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, അല്ലെങ്കിൽ സെയിൽ ടാക്സ്, ട്രാൻസ്ഫർ ടാക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ടാക്സുകളുണ്ടായിരുന്നു. ആ ടാക്സുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്. ടാക്സിൻ്റെ മണ്ടിൽ വീണ്ടും ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറർ, അയാൾ റോ മെറ്റീരിയൽസ് വാങ്ങിക്കും. അപ്പോൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അയാൾ ഒരു ടാക്സ് കൊടുക്കും. എന്നിട്ട് അയാളത് ഫിനിഷ്ഡ് ഗുഡാക്കിയിട്ട് അത് ഹോൾസെയിലേഴ്സിന് കൊടുക്കും, അവരുടെ ഇന്നൊരു ടാക്സ്. ഹോൾസെയിലേഴ്സ് അത് റീറ്റെയിലേഴ്സിന് കൊടുക്കും, അവരുടെ ഒരു ടാക്സ്. അങ്ങനെ ഫൈനൽ കൺസ്യൂമർ വരുമ്പോൾ അവരുടെ മറ്റൊരു ടാക്സ്. ഇങ്ങനൊരു ചെയിൻ ഓഫ് ടാക്സ്. ആ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ്, ഒരു പിരമിഡിക്കൽ ഷേപ്പ് ഓഫ് ടാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ വിളിക്കുന്ന പേരാണ് കാസ്കേഡിങ് എഫക്റ്റ്. അപ്പോൾ കൂനയായിട്ട് ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രൊഡക്ഷൻ യൂണിറ്റ് മുതൽ അങ്ങ് കൺസംഷൻ യൂണിറ്റ് വരെ, അതായത് ഫൈനൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ്, നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ വരെ ഒരു നെറ്റ് ടാക്സ്, ഒരു ശൃംഖല പോലെ കിടക്കാറുണ്ട്. ടാക്സ് ശൃംഖല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പിരമിഡിക്കൽ ഷേപ്പാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ടാക്സ്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ ഇതിനു മുമ്പ്. GSTക്ക് മുമ്പ് ഉണ്ടായിരുന്നു വാറ്റ്, VAT എന്ന് പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ്. അതീ പറഞ്ഞ പോലെ ദാറ്റ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ എവറി പോയിന്റ് of a commodity or producing a commodity from the raw material position to the final goods position. അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് മുതൽ അങ്ങ് ഫൈനൽ കമ്മോഡിറ്റി വിൽക്കുന്നത് വരെ ഓരോ സ്റ്റേജിലും ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അതായിരുന്നു വാറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയല്ല, അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാകുന്ന ചോദിച്ചാൽ വാറ്റ് സിസ്റ്റം ഈസ് ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റിലും ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സ്, വാറ്റുകൾ പല ശതമാനത്തിലായിരുന്നു. അതെല്ലാം വലിയ കുഴപ്പങ്ങളാണ്. ദാറ്റ് മീൻസ് ഹൈലി ബർഡൻ ടു കോമൺ പീപ്പിൾ. സാധാരണ ജനങ്ങൾക്കെല്ലാം വളരെ ബർഡനായിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു. സോ ഇൻ ഓർഡർ ടു എലിമിനേറ്റ് ഓൾ ദീസ് കാസ്കേഡിങ് എഫക്റ്റ്, മനസ്സിലായല്ലോ കാസ്കേഡിങ് എഫക്റ്റ്. ആ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയും. ടാക്സ് ഓൺ ടാക്സ് ദാറ്റ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ എവറി പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു കൺസംഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ കാസ്കേഡിങ് എഫക്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് എ സിംഗിൾ യൂണിഫോം ടാക്സ് ഓർ എ സിംപ്ലിഫൈഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് യൂണിഫോം ടാക്സ് കോൾഡ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദാറ്റ് ഈസ് ഇൻ ഇന്ത്യ July 1, 2017. ഓർത്തോണം, 2017 July 1 നമ്മുടെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ഒരു കോമൺ ടാക്സ് സിസ്റ്റം. ആ ടാക്സിനെ പറ്റി പറയുന്നത് എ സിംപ്ലിഫൈഡ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് യൂണിഫോം ടാക്സ് സിസ്റ്റം, ഹൈലി സ്പെഷ്യലൈസ്ഡ് ടു ഓർ ഹൈലി ബെനിഫിഷ്യൽ ടു ഓൾ ബിസിനസ് മെൻ, കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾ കാറ്റഗറീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ബിസിനസ്സുകാർ മുതൽ എല്ലാ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർക്കും ഒരു സിംഗിൾ ടാക്സ് ഏർപ്പെടുത്തി. അവിടെ അന്ന് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, മുദ്രാവാക്യം, ദാറ്റ് ഈസ് വൺ കൺട്രി വൺ ടാക്സ്. അതായത് ഒരു രാജ്യം ഒരു ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും സെയിം റേറ്റിലുള്ള ടാക്സ് ഏർപ്പെടുത്തി. ആ ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GST. അപ്പോൾ ഓർത്തോണം, GST എന്ന് പറഞ്ഞാൽ എ സിംപ്ലിഫൈഡ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് യൂണിഫോം ടാക്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഓർ ഓൾ ഓവർ ഇന്ത്യ. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ July 1, 2017. ഈ വാറ്റ് ഉൾപ്പെടെയുള്ള GST ഉൾപ്പെടെയുള്ള ഈ സമ്പ്രദായങ്ങളൊക്കെ ആദ്യം വന്നത് ഫ്രാൻസിലാണ്. ഇതെല്ലാം അതുപോലെ തന്നെ GST ഈസ് ഓൾസോ കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ GST നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ്. നേരത്തെ ഉണ്ടായിരുന്ന വാറ്റും എന്ത് തന്നെയാണ്, ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയാണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സ് ഫസ്റ്റിലുണ്ടായത് 1954 ഫ്രാൻസിലാണ്. വാറ്റ് ആയാലും GST ആയാലും ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായത് അവിടെയാണ്, ഫ്രാൻസിലാണ്. അത് കണ്ടിട്ട് നമ്മൾ ഏർപ്പെടുത്തിയാണ് 2017 July 1 ഒരു സിംഗിൾ ടാക്സ്, വൺ കൺട്രി വൺ ടാക്സ് ഏർപ്പെടുത്തി. കാരണം എന്തിനു
അതിനുവേണ്ടി ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓർ എലിമിനേറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് കാസ്കേഡിങ് എഫക്റ്റ്. ഞാൻ പറഞ്ഞു കാസ്കേഡിങ് എഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ്, അതായത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ എവറി പോയിന്റ് ഓഫ് എ കമോഡിറ്റി. അതാണ് അത് മാറ്റിക്കൊണ്ട്, കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ദാറ്റ് റിസൾട്ട്സ് പ്രൈസ് റൈസ്, ഇൻഫ്ലേഷൻ എക്സെട്ര. സോ ടു അവോയ്ഡ് പ്രൈസ് റൈസ് ഓർ ഇൻഫ്ലേഷൻ എക്സെട്ര ഓർ ടു റെഡ്യൂസ് പ്രൈസ് ലെവൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് എ കോമൺ ടാക്സ് സിസ്റ്റം ദാറ്റ് ഈസ് GST എന്ന് പറയും. ഇനി GSTയെ പറ്റി പറഞ്ഞാൽ അത് 4 ഡിഫറൻറ്റ് സ്ലാബ്സിലാണുള്ളത്. 4 സ്ലാബുകളുണ്ട്. നമ്പർ 1 5%, ഓർത്തോണം 5%, അത് നെസസറി കമോഡിറ്റികൾക്കൊക്കെ 5% മതി. പിന്നെ 12%, കമ്പ്യൂട്ടർ പോലുള്ള അല്പം കൂടെ കംഫോർട്ടായിട്ടുള്ള കമോഡിറ്റിക്കൊക്കെ 12%. അത് കഴിഞ്ഞ് 18%, അത് കുറേ കൂടെ ആഡംബര വസ്തുക്കൾക്ക്, വലിയ ആഡംബരമൊന്നുമല്ല, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് സോപ്സ്, അതുപോലെ ടൂത്ത് പേസ്റ്റ്, ഇതുപോലൊക്കെയുള്ള കാര്യത്തിന് ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ഓയിൽ, അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ ഏർപ്പെടുത്തുന്നതാണ് 18%. പിന്നെ 28% ലക്ഷറി കമോഡിറ്റി. ചുരുക്കത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ലക്ഷറി കമോഡിറ്റിയുടെ ടാക്സ് കുറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ടാക്സ് ഇതുപോലെ ഇങ്ങനത്തെ GST വന്നതുകൊണ്ട് കുറവ് വന്നു, അതിൻ്റെ ബർഡൻ കുറഞ്ഞു. അതൊക്കെ ചുമ്മാ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബർഡൻ എല്ലാം നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അനുഭവിക്കുന്നു, അവരനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വേറെ കാര്യം. അപ്പോൾ ഇതിന് 4 കൈൻഡ്സിലുള്ള ടാക്സ് സ്ലാബുണ്ട്. 5%, 12%, 18, 28. ഇത് കൂടാതെ ഒരു 0% കൂടെ ഉണ്ട്. ചില സ്പെഷ്യൽ ഫുഡുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള പത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഏർപ്പെടുത്തുന്നുണ്ട്. 0% അത് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. ഇനിയും ദിസ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് GST കൗൺസിൽ. ഇതെല്ലാം കാര്യങ്ങൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആരുടെയിലാണ്? GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് GST കൗൺസിൽ. ദ ഹെഡ് ഓർ ദ ചെയർമാൻ ഈസ് ദ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ. ഇപ്പം നമ്മുടെ നിർമ്മല സീതാരാമൻ, അപ്പോൾ നമ്മുടെ രാജ്യത്തെ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർമാൻ, ഈ GST കൗൺസിലിൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഓൾ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ് ദേ ആർ ബിക്കം മെമ്പേഴ്സ്. അതുപോലെ തന്നെ ഓൾ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഫ്രം അവർ സ്റ്റേറ്റ്സ് മെമ്പേഴ്സ് ആണ്. അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് അതിൻ്റെ അകത്തിലെ മെമ്പറുമാണെന്ന് ഓർത്തോണം. പിന്നെ ഇതിൻ്റെ ടോട്ടൽ GST എന്ന് പറയുന്നത് 2 ഡിവിഷനാണ്. 50% CGST ആൻഡ് 50% SGST. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST. നമ്മൾ ഈ ഇൻവോയ്സ് ഒക്കെ കാണുമ്പോഴേ, അതായത് ഈ പിന്നെ സാധനം വാങ്ങിച്ചതിൻ്റെ കുറിപ്പ് നമ്മൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി, GST 2 രൂപ, അപ്പോൾ ഇപ്പുറത്ത് SGST 2 രൂപ. അതായത് CGST 2 രൂപയാണെങ്കിൽ SGST 2 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 5 രൂപ അല്ലെങ്കിൽ 2 രൂപ സ്റ്റേറ്റിന് കൊടുക്കുന്നെങ്കിൽ അതേ 2 രൂപ തന്നെ സെൻട്രലിന് കൊടുക്കുകയാണ്. അപ്പോൾ 50-50, അതൊരു നല്ല കാര്യമാണ്. 50% സെൻട്രൽ ഗവൺമെൻറ്റിന്, 50% SGST. അതുപോലെ തന്നെ പർച്ചേസിങ് കമോഡിറ്റി ഫ്രം അതർ സ്റ്റേറ്റ് എ ടാക്സ് ഈസ് കോൾഡ് IGST. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് ടാക്സ് കൊടുക്കാം, വേറെ ടാക്സ് വേണ്ട, സിംഗിൾ ടാക്സ്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ ചെന്നാലും സിംഗിൾ ടാക്സ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റഡ് GST എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GSTയെ പറ്റി ഇൻട്രഡക്ഷനായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ റാഷണൈൽ എന്നൊക്കെ പറയും. എന്തുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ബേസിക് റീസൺ ഓഫ് GST എന്തുകൊണ്ട് കൊണ്ടുവന്നുള്ളതിൻ്റെ റാഷണൽ ബേസിക് റീസണാണ് ഞാൻ പറഞ്ഞത്. എന്താ? എലിമിനേറ്റിംഗ് കാസ്കേഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആണ്. അതുപോലെ പ്രൊമോട്ട് ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്. പല സ്റ്റേറ്റുകൾ തമ്മിൽ ഡിഫറൻറ്റ് ടാക്സസ് ഇല്ല, ഒരേ ടാക്സ് ആണ്. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡ്. അതുപോലെ ട്രേഡ് ബെൽറ്റ് വൈഡൻസ്. എല്ലാ ഏരിയയിൽ, എല്ലാ മേഖലകളിലും ഈ ടാക്സ് വ്യാപിക്കുന്നുണ്ട്. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതും ഒന്ന് ഓർത്തോണം അതിൻ്റെ കൂട്ടത്തിൽ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ITC എന്ന് പറയും. ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാനുഫാക്ചറർ കുറേ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചപ്പോൾ അയാൾക്ക് 200 രൂപ ടാക്സ് കൊടുത്തെന്ന് വിചാരിക്കുക. 200 രൂപ കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങിച്ചപ്പം 200 രൂപ ടാക്സ് കൊടുത്തു. ഇൻപുട്ട് ടാക്സ് എന്ന് പറയും, അതിനെ ഇൻപുട്ട് ടാക്സ്. ഇതുകൊണ്ട് ഇയാൾ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റപ്പോൾ അതിന് 300 രൂപയാണ് ടാക്സ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത്, അപ്പം ഇൻപുട്ട് ടാക്സ് 200, ഔട്ട്പുട്ട് ടാക്സ് 300. അപ്പോൾ നമ്മളിപ്പോൾ ഈ മാനുഫാക്ചറർ ഓൾറെഡി ഇൻപുട്ട് ടാക്സ് കൊടുത്തിട്ടാണ് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്. അപ്പോൾ 200 രൂപ കൊടുത്തു കഴിഞ്ഞു. ഔട്ട്പുട്ടിൽ ഏർപ്പെടുത്തിയത് 300 രൂപയാണ്. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം. കംപ്ലയിൻ്റ് എന്നല്ല, ഒരു ക്ലെയിം കൊടുക്കാൻ പറ്റും. അതായത് ഞാനിപ്പം 300 രൂപയാണ് നിങ്ങൾക്ക് ഫൈനൽ ടാക്സ് തരുന്നത്, പക്ഷേ ഓൾറെഡി ഇത് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത കമോഡിറ്റിക്ക്, അതായത് റോ മെറ്റീരിയൽസിന് 200 രൂപ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അത് ബാലൻസ് എനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആയ 300-ൽ നിന്ന് നേരത്തെ കൊടുത്ത 200 രൂപ ഇൻപുട്ട് ടാക്സ് കുറച്ചിട്ട് ബാലൻസ്
വരുന്ന 100 രൂപ ഫൈനലി കൊടുത്താൽ മതി. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ, ഇൻപുട്ട് ടാക്സ് അലവ് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡർ ആയിരിക്കണം, രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാനുഫാക്ചറർ ആയിരിക്കണം. കച്ചവടക്കാരെല്ലാം തന്നെ രജിസ്റ്റേർഡ് ആയിരിക്കണം, അവർക്ക് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവോയ്സ് സമർപ്പിച്ചു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുൻപ് ഇൻപുട്ട് ടാക്സിൻ്റെ അകത്ത് കൊടുത്ത ആ തുക ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറച്ച് കിട്ടും. അല്ലാതെ നേരത്തെ 200 കൊടുത്തു, ഇപ്പം 300 കൂടെ ചേർന്ന് 500 കൊടുക്കണ്ട. 300 ഫൈനൽ ഗുഡ്സിൻ്റെ ടാക്സ് എങ്കിൽ നേരത്തെ കൊടുത്ത നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് അല്ലെ റോ മെറ്റീരിയൽസിൻ്റെ 200 രൂപ കുറച്ച് ബാക്കി കൊടുക്കാം. അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ഈസ് ഇൻപുട്ട് ക്രെഡിറ്റ് ടാക്സ് എന്ന് പറയുക, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുക, ITC. പിന്നെ അവോയ്ഡ് ടാക്സ് ഇവേഷൻ. ആർക്കും ടാക്സ് വെട്ടിയിട്ട് നടക്കത്തില്ല, ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ, കുറേ കൂടെ കർക്കശമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടു റെഡ്യൂസ് ടാക്സ് ഓൺ ലക്ഷറി. നേരത്തെയൊക്കെ വളരെ 30, 35, 40% ഒക്കെ ഉണ്ടായിരുന്നു ലക്ഷറി ടാക്സ്. അതെല്ലാം കുറഞ്ഞ് അൾട്ടിമേറ്റ്ലി 28 വന്ന് കിടക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞു ഒരു യൂണിഫോം ടാക്സ് ആണ്, ഈസി അഡ്മിനിസ്ട്രേഷനാണ്, ഒരു സിംഗിൾ അതോറിറ്റിയാണ്. നമ്മൾ പറഞ്ഞല്ലോ GST കൗൺസിൽ, വളരെ ഈസി ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ നടക്കും. അതുപോലെ അവോയ്ഡ് കാസ്കേഡിങ് എഫക്റ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ ഹയർ റവന്യൂ ടു ദ സ്റ്റേറ്റ് ഓർ സെൻറ്റർ, എല്ലാവർക്കും നല്ല റവന്യൂ കിട്ടുന്നതാണ്. പക്ഷേ ഇറ്റ് ഹാസ് ഓൾസോ സർട്ടൻ ഡിഫക്ട്സ്. നമുക്കറിയാം ഏത് കാര്യം മെറിറ്റ് പറഞ്ഞാലും അതിൻ്റെ അകത്ത് കുറേ ഡിമെറിറ്റ് ഉണ്ട്, ഡിഫക്ട്സ് ഉണ്ട്. ഇത് ഇൻഫ്ലെക്സിബിളാണ്, ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇതിന്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കോംപ്ലിക്കേഷനാണ്, കാരണം ഒരു വല്ലാത്ത രീതിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തുവാ കാസ്കേഡിങ് ടാക്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇതൊക്കെ എന്താണെന്ന് എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, പ്രൈസ് റൈസ് ആൻഡ് ഇൻഫ്ലേഷൻ. പിന്നെ നോട്ട് സക്സസ്ഫുൾ ഇൻ ഓൾ സ്റ്റേറ്റ്. ഇതിപ്പോൾ ഇറക്കിയപ്പോൾ തന്നെ 2017 ഇറക്കിയപ്പോൾ തന്നെ എങ്ങാണ്ട് 15ഓളം സ്റ്റേറ്റുകൾ അംഗീകരിച്ചെങ്കിലേ ഇത് ഔദ്യോഗികമായിട്ട് ഇറക്കത്തുള്ളൂ. പക്ഷേ പല സ്റ്റേറ്റുകളും ഇതിനെ എതിർത്ത് നിന്നാണ്, പിന്നെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ പല സ്റ്റേറ്റിലും ഇത് സക്സസ്ഫുൾ അല്ല. അതുപോലെ ചാൻസ് ഫോർ ഹരാസ്മെൻറ്റ്, ടാക്സ് വകുപ്പിൽ നിന്ന് ഈ കച്ചവടക്കാർക്കൊക്കെ തന്നെ അൾട്ടിമേറ്റ്ലി കൺസ്യൂമേഴ്സിന് വരെ ഹരാസ്മെൻറ്റ് വരെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണിത്. വളരെ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. ഉപയോഗിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ. ഓക്കെ.